അങ്ങനെ ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. പക്ഷെ റിസൾട്ട് എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് സന്തോഷമുള്ളതല്ല. ഞാൻ മറ്റന്നാളില് സർജറി നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് പ്രതീക്ഷയോടും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ്. തമിഴ്നയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ കൂടെ എൻ്റെ സന്തത സഹചാരിയാണ് എൻ്റെ ഈ കണ്ണാടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പവറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണാടി വെച്ചേ പറ്റുള്ളൂ. ഇടയ്ക്ക് ഞാൻ ലെൻസൊക്കെ ഉപയോഗിച്ചു. പക്ഷെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം മേ ബി, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ആ ലെൻസ് വെച്ചപ്പോൾ എനിക്ക് 2 പ്രാവശ്യം അത് ഇൻഫെക്ഷനായി. അത് എപ്പോഴും നമ്മൾ കണ്ണൊക്കെ എഴുതുന്നല്ലേ, കൺമഷിയൊക്കെ പറ്റിയിട്ടായിരിക്കാം, എന്താണ് ഇഷ്യൂ. ഇനിയിപ്പം ഞാൻ നോക്കിയതിൻ്റെ പ്രശ്നമൊന്നും അറിയില്ല. അപ്പം ലെൻസ് ഉപയോഗിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഫുൾ കണ്ണാടിയായി. പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് കണ്ണാടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ തലവേദന, അങ്ങനെ കുറേ ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു ഈ കണ്ണിൻ്റെ കാര്യത്തിൽ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയുടെ ഒരു പ്രശ്നമാണുള്ളത് കേട്ടോ. കണ്ണാടി ഇല്ലാണ്ട് ദൂരക്കാഴ്ച എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ കസിൻ ലൈസിക് സർജറി കഴിഞ്ഞിട്ട് ഇപ്പം സ്പെക്സ് ഒക്കെ മാറ്റി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഞാനും ഇങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഞാൻ പോകുന്നത്. എനിക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യം, അവർ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വെയിനും കാര്യങ്ങളൊക്കെ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അങ്ങനെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്യുമ്പം എല്ലാം പോസിറ്റീവ് ആയിരിക്കണേ, എല്ലാം അവർ ചെയ്യാൻ പറ്റും, സ്പെക്സ് മാറ്റാൻ പറ്റും എന്ന് പറയണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്, എനിക്ക് ടെൻഷനുണ്ട്. പിന്നെ എന്താ പറയുക, അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ ഡോക്ടർ ഓക്കെ പറയുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു 1 മന്ത് അല്ലെങ്കിൽ എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വരും. ആക്ച്വലി ഒരു 7 ഡേയ്സിൻ്റെ ആവശ്യമുള്ളൂ ബ്രേക്ക്. പക്ഷെ നമ്മൾ ഷൂട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് കൺമഷി എഴുതേണ്ടി വരും. അപ്പം അതൊക്കെ പോയി ഇനി ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പം അതൊക്കെ പോയി ഐഷഡൊക്കെ പോയിട്ട് ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു 1 മന്ത് ഗ്യാപ്പ് എടുക്കും. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. ഗ്ലാസ് താഴ്ത്തിക്ക്. ഞാൻ വ്ലോഗ് ചെയ്യുവാണ്, ഡോക്ടറെ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പോകുന്നത്. ഡോക്ടർ എസ് പറയോ നോ പറയോ എന്നറിയാം. ടെൻഷനുണ്ട്. ഡോക്ടർ ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്ന് എന്ത് പറയുന്ന അറിയില്ലല്ലോ, അതിന്റെ ടെൻഷൻ. ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറ്റാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണണം. എന്താ പക്ഷെ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും പറ്റാത്ത കാരണങ്ങൾ കാണുമല്ലോ. കാണും, അതുകൊണ്ട് പറ്റില്ലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ എനിക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് പേടി. ആ കാരണങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ ബൈ, ഞാൻ വ്ലോഗ് ചെയ്യുന്നില്ല, മതി എനിക്ക്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ നാരായണൻ കുട്ടി ഡോക്ടറിന്റെ വീട്ടിലാണ് കേട്ടോ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ അങ്കമാലിയിലാണ്. അപ്പം എന്നോട് പറഞ്ഞു അത്രയും ദൂരം വരണ്ട, ഇവിടെ ഞാൻ കാക്കനാടല്ലേ, ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് വന്നേക്കുന്നത് വെച്ചാൽ എന്തേ അവിടെ അതെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയൊക്കെ ഇപ്പോൾ വരും. ഇവിടെയാണോ? നോ മാസ്ക് നോ എൻട്രി. എനിക്ക് മാസ്ക് ഒന്നും ഇല്ല. ഇവിടെയാണ് നമ്മുടെ ഡോക്ടറിൻ്റെ വീട്. ഡോക്ടറിൻ്റെ കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി, കുറച്ച് ദിവസമായി പോയിട്ട്. ഡോക്ടറിനോട് വീഡിയോ എടുത്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആദ്യം പോയി കണ്ണിൻ്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ ഈ മെഷീൻസിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. സ്ഥിരം കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ മെഷീനിൽ വെക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് വീടിൻ്റെ ഇമേജ് കാണും. 2 കണ്ണിൽ ഇങ്ങനെ മാറി നോക്കും. എന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പെർമിഷൻ ചോദിച്ചു. പക്ഷേ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. ഡോക്ടർ എന്ത് മറുപടി പറയും എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു. പിന്നീട് ഫുൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവം സർജറി ചെയ്യാൻ പറ്റും എന്ന് പറയണേന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു മനസ്സിൽ ഫുള്ളും. പിന്നെ ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ബാക്കി ടെസ്റ്റൊക്കെ ചെയ്തത്. അതായി ഇടയ്ക്ക് ലൈറ്റ് കുറയുന്നത്. പിന്നെ വീണ്ടും ലൈറ്റൊക്കെ ഓൺ ചെയ്തു. കണ്ണിൻ്റെ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ടെസ്റ്റിങ്ങിൽ അല്ല വേദനിക്കുന്ന എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു കേട്ടോ ടെൻഷൻ മുഴുവൻ. പക്ഷേ ഇല്ലായിരുന്നു. നോർമലി യൂഷ്വൽ നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.
അതിനുശേഷം കണ്ണ് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണ് ഡൈലേറ്റ് ആവുന്നൊരു ഐ ഡ്രോപ്സ് ഒഴിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അടുത്തത് അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കണ്ണിന് കുറച്ചൊരു ബ്ലൈൻഡ്നെസ് വരും, ആ മരുന്നിൻ്റെ ആണെന്ന് പറഞ്ഞു. അതൊരു 2 hours ഒക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്തു. പവറും കാര്യങ്ങളൊന്നും എനിക്ക് ചേഞ്ച് ഇല്ല, പണ്ട് മുതൽ എനിക്ക് സെയിം പവർ തന്നെയാണ്. പവറിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സർജറി ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. എന്തായാലും നമുക്ക് നോക്കാം. ഡോക്ടർ ഓക്കെ ആണെന്ന് പറയുവാണല്ലേ, ഈ സീരിയലിൻ്റെ ആ ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു 15-20 ദിവസം ബ്രേക്കുള്ള രീതിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ കണ്ണൊക്കെ എങ്ങനെ എഴുതും ഷൂട്ടുള്ളപ്പോൾ അല്ലേ? ഡോക്ടർ ഓക്കെ പറഞ്ഞില്ലല്ലോ. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ കണ്ണിൽ മരുന്നൊഴിച്ചതിൻ്റെ ചെറിയൊരു ബ്ലൈൻഡ്നെസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു സ്കാനിങ്ങും കൂടെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നടത്തിയ ടെസ്റ്റിലൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡേറ്റ് എടുക്കാം. ഇനി ഷൂട്ടും കാര്യങ്ങളൊക്കെ നോക്കി ആ സ്കാനിങ്ങും കൂടെ കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ വൈൻഡപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇനിയും എത്ര മേ ബി ഒരു 10 days കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്കാനിങ് വരുന്നത്. അങ്ങനെ ഞാൻ ഇതേ സ്കാനിങ്ങിന് വേണ്ടി പോകാൻ കേട്ടോ. ഈ പോകുന്ന യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി മാഞ്ഞു പോവുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പോകുന്നത്, അതിൻ്റെ എനിക്കൊരു നെർവസ്നെസ് ഉണ്ട്. ഈ ഞാനില്ല, കാരണം ഓഫീസിൽ ഭയങ്കര തിരക്ക്, ഇറങ്ങാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് അങ്കമാലിയിൽ എൻ്റെ വല്യപ്പച്ചൻ്റെ ബ്രദറുണ്ട്, ജോണിയങ്കളും മോളും കൂടെ എനിക്ക് കൂട്ടിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുണ്ട്. അപ്പോൾ ഈ ഞാനില്ലാത്തതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്ന ഇന്നത്തെ സ്കാനിങ് കഴിയുമ്പോൾ ഡോക്ടർ എന്ത് പറയും, ഓക്കെ പറയുമോ, ഓക്കെ ആണെങ്കിൽ സർജറി ചെയ്ത് ഇവിടെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അമ്മയോട് വരാൻ പറയണം, അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ പോകുന്നത് ഒരു മൺഡേ ആണ്, ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്നത് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇനി 2-3 ദിവസമേ ഉള്ളൂ. ഡോക്ടർ ഓക്കെ പറയുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഓക്കെ പറയാണ്ടിരിക്കും എന്നുള്ള ടെൻഷൻ. പോകുന്ന വഴിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ അങ്ങനെ ഒരു പപ്സൊക്കെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു, അത് വണ്ടിയിലിരുന്ന് കഴിച്ചു, ഒരു ജ്യൂസും കുടിച്ചു എൻ്റെ ഓർമ്മയിൽ. സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഈ ഹോസ്പിറ്റലാണ് ഉള്ളത്. അന്ന് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോകാൻ കാരണം കാക്കനാട് നിന്ന് അടുത്തായിരുന്നു ഡോക്ടറിൻ്റെ വീട്, അതുകൊണ്ടാണ് അവിടെ പോയി കൺസൾട്ട് ചെയ്തത്. പക്ഷേ ഇത്തവണ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ പോകണം. ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 1 hour ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എനിക്ക് നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാൻ ഇരിക്കാൻ തുടങ്ങി. സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് പറയും എന്നുള്ളത്, ആ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഇത്. നല്ല തിരക്കുണ്ടായിരുന്നുള്ളത്, അതുകൊണ്ട് എനിക്ക് അധികം ഫോട്ടേജൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് ഏതാണ് ജോണിങ്ങളുടെ മോള്, അടുത്ത ആഴ്ച ആളുടെ കല്യാണമാണ്. കല്യാണ തിരക്കിനിടയിലാണ് സമയം കണ്ടെത്തി എനിക്ക് വേണ്ടിയിട്ട് വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. പക്ഷേ റിസൾട്ട് എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് സന്തോഷമുള്ളതല്ല. ഞാൻ മറ്റന്നാളിൽ സർജറി നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. ഇന്ന് ലാസ്റ്റ് സ്കാനിങ് ചെയ്തിട്ട് മറ്റന്നാളിൽ നമുക്ക് ലാസ്റ്റ് സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ മറ്റന്നാളിൽ പറ്റില്ല, കാരണം ഇതിനു മുമ്പ് ഇന്നെടുത്ത ടെസ്റ്റിൽ എൻ്റെ കണ്ണിൻ്റെ റെറ്റിനയുടെ അടുത്ത വെയിൻസൊക്കെ കുറച്ച് വീക്കാണ്. അപ്പം അത് ആദ്യം ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കിയിട്ട് മാത്രമേ നമുക്കിനി സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താ പറയുക, മറ്റന്നാളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് പറ്റില്ല എന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പിന്നെ ഇനിയിപ്പം ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 1 month കഴിയണം, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായാലും റിസൾട്ടെല്ലാം പോസിറ്റീവായിരിക്കും, മറ്റന്നാളിൽ ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കണ്ണൊക്കെ ശരിയാവുമല്ലോ. ഇനി തിയേറ്ററിൽ കണ്ണാടിയൊന്നും ഇല്ലാണ്ട് പോയി സിനിമ കാണാൻ പറ്റുമല്ലോ, എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ആലോചിച്ച് സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ആ കാത്തിരിപ്പ് ഒരു 1 month കൂടെ എക്സ്റ്റെൻഡ് ആയതിൻ്റെ ഒരു സന്തോഷക്കുറവുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും ചെയ്യാൻ പറ്റുമല്ലോ, അതുതന്നെ എനിക്ക് വലിയ ദൈവഭാഗ്യം. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി ഞാൻ ഈ അടുത്ത മാസം അതൊന്ന് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ്. എന്താ പറയുക, അപ്പം എന്നെപ്പോലെ കണ്ണാടി വെക്കുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വിഷമമുള്ളവർക്ക് ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ ഭയങ്കര നല്ലതാണ്. നമുക്ക് കണ്ണാടി മാറ്റാം. ശരിക്കും കണ്ണാടി വെക്കുന്നവർക്കേ അറിയുള്ളൂ കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട്. നമുക്ക് പറയുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും
എവിടെ പോയാലും അത് കൊണ്ടുപോകണം. സിനിമ കാണാൻ പോകുമ്പോഴെങ്ങാനും അഥവാ കണ്ണാടി എടുക്കാൻ മറക്കുവാണെങ്കിൽ എല്ലാവരും 4K മൂവി കാണുമ്പോൾ ഞാൻ മറ്റേ ഫോക്കസ് ഔട്ടായിരുന്ന സിനിമ കാണുന്ന കൂട്ടിരിക്കും. പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിയുമ്പോൾ ദൂരെ നിന്ന് പരിചയക്കാരൊക്കെ കൈ കാണിക്കും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. അവർ പറയും നമുക്ക് ജാടയാണ്. പക്ഷെ ജാടയല്ല, നമുക്ക് കണ്ണ് കാണാത്തതിൻ്റെ കാര്യം. ഇത്രയും ഒരുങ്ങി കെട്ടിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ണാടി വെക്കത്തില്ല. പണ്ട് ഞാൻ കോൺടാക്ട് ലെൻസ് വെക്കുമായിരുന്നു. പക്ഷെ എനിക്ക് 2 പ്രാവശ്യത്തെ ഇൻഫെക്ഷൻ ആയപ്പോൾ ഞാൻ പിന്നെ കോൺടാക്ട് ലെൻസൊക്കെ നിർത്തി. ഇച്ചിരി മെനക്കേടല്ലേ, എന്തിനാ വേണ്ടാന്ന് ഓർത്തു. അപ്പം അങ്ങനെയുള്ള കുറേ കുട്ടി ബുദ്ധിമുട്ടുകളുണ്ട് കണ്ണാടി സ്ഥിരമായിട്ട് വെക്കുന്നവർക്ക്. ഞാനൊക്കെ വെച്ചു മടുത്തു. ഞാൻ 2006 വെച്ചതാട്ടോ കണ്ണാടി. 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് കണ്ണിന് ഇങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് കണ്ണാടി വെക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇതിൻ്റെ ഒരു സന്തത സഹചാരിയാണ്. പിന്നെ കണ്ണാടി വെക്കുന്നവർക്കറിയാം, ഈ കണ്ണാടി എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് ഇത് മറന്നുപോകും. എൻ്റെ അമ്മയെ പിന്നെ അത് തപ്പിയൊരു നടപ്പുണ്ട്. ചില ദിവസങ്ങളൊക്കെ എൻ്റെ കണ്ണാടി ഇവിടെ തലയിൽ ഇരിക്കുമായിരിക്കും. ഞാൻ കണ്ണാടി ഇനി അന്വേഷിക്കാൻ വീട്ടിലിനി സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് ഞാൻ അന്വേഷിച്ച് കിടക്കും. അപ്പം കണ്ണാടി കൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത മാസം പെട്ടെന്നാവട്ടെ, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത റെറ്റിനയൊക്കെ ഓക്കെ ആയിട്ട് അടുത്ത മാസം ഒരു തടസ്സങ്ങളില്ലാണ്ട് സർജറി ചെയ്യാൻ പറ്റണേ ദൈവമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്ത പ്രാവശ്യം സർജറിക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്, കാണാം. എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് വലിയൊരു ഹെൽപ്പായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പം ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഒന്നാമത്തെ കാര്യം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം സാന്ദ്ര എനിക്ക് കൂട്ടുന്നത്, പാവം അവൾ വന്നതേ വലിയ കാര്യം. പിന്നെ ഞാൻ ഇനി വീഡിയോ കൂടെ എടുത്തതാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാത്ത കുറേ നേരം എൻ്റെ കൂടെ ഇരുന്നു. പാവം ജോണിയെങ്കിലും സാന്ദ്രയും കുറേ നേരം കൂടെ ഇരുന്നു. അവർ വലിയ ഹെൽപ്പായിരുന്നു എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി മറ്റന്നാളിൻ്റെ നാളെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിക്കൊക്കെ ചെയ്ത് കഴിയുമ്പം സെറ്റ്. അങ്ങനെ ഡേ 3 ഞാൻ ലേസർ ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. കാര്യം വേദന ഉണ്ടാകുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ ബോഡി പെയിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. അങ്ങനെ ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കറക്റ്റ് 6 മണിക്ക് ഇറങ്ങണമായിരുന്നു. പക്ഷേ 6:15 ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, 7 മണിയാകുമ്പോൾ അങ്ങ് ഓടിയെത്തിക്കോളും. കാര്യം ഏർലി മോർണിംഗ് അല്ലേ. അപ്പം അങ്കമാലി പോകുന്ന റൂട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എത്താം. പക്ഷേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് കഴിക്കാനുള്ള സമയമില്ല. നമ്മളൊരു 5:45 ഇറങ്ങുമായിരുന്നെങ്കിൽ 5:45 ഇറങ്ങുമായിരുന്നെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്നിനിപ്പോൾ ഫുഡ് കഴിക്കാൻ സമയം കിട്ടത്തില്ല. എന്നാലും ഓടി നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ബൈ. 6 മണിക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയതിന്റെ അന്ന് ഒറ്റയ്ക്കാണ് പോയെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് മീറ്റിംഗ് ഉണ്ട്, ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തവണ ഞാൻ കരുതി ഓക്കെ 7 മണിക്ക് പോവാണെങ്കിൽ പെട്ടെന്ന് പ്രൊസീജിയർ കഴിയും. അത് കഴിഞ്ഞ് തിരിച്ചൊരു 9:30-10 മണിക്ക് വന്നാലും ഓഫീസിൽ കയറാമല്ലോ. ഇനി ഞാനായിട്ട് തിരക്കുള്ള ഒരാളെ കൊണ്ട് ലീവ് എടുപ്പിക്കണ്ട എന്നോർത്തിട്ട് ഞാൻ 7 മണിക്ക് എടുത്തപ്പോൾ എന്നോട് പറയാം, ഞാൻ ഫസ്റ്റ് ഹാഫ് ലീവ് എടുക്കാറുണ്ടല്ലോ, എന്തിനാ രാവിലെ 7 മണിക്ക് എടുത്തേന്ന്. ശരിക്കും ഞാനിതൊക്കെ കേൾക്കണം, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അതെ, എല്ലാരും അറിഞ്ഞു ആർക്കാണ് ശരിക്കും പ്രശ്നം. ഇതൊന്നും കട്ടി തളയത്തില്ല, ഇതൊക്കെ ഉടനെ ലൈവ് ആകുന്നുണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നില്ല. നല്ല നെയ്ഡലി കഴിക്കണം, ഡയറ്റ്. ഓക്കെ, ബൈ ഗായ്സ്. ഇട്ടിട്ടുണ്ട്. പെറ്റിയുടെ ആൾക്ക് എന്റെ കുക്കുമോളാ. 1 മാസം 7 പെറ്റിയൊക്കെ വരും വീട്ടിൽ അവളുടെ പേരില്. എനിക്കറിയത്തില്ല ഈ പെറ്റി അടിക്കാൻ വേണ്ടി മാത്രമാണ് അവള് വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങുന്നതെന്ന്. ഒരു ദിവസം നമ്മളെ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസ് വിളിച്ചിരുന്നു. ഇന്ന വണ്ടി നമ്പറിലെ വീടല്ലേ, ഈ വണ്ടി ഒന്ന് എടുത്ത് മാറ്റാൻ പറയാവോ. ഈ വണ്ടി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില്, ആംബുലൻസിന്റെ ഫ്രണ്ടില് പാർക്ക് ചെയ്തിട്ട് ആംബുലൻസ് എടുക്കാൻ പറ്റാതെ എല്ലാ ആംബുലൻസും അവിടെ ബ്ലോക്ക് ആയി കിടക്കാണ്. ദയവീത് വന്ന് ഈ വണ്ടി ഒന്ന് മാറ്റി തന്നെ. പിന്നെ പ്രത്യേകിച്ച് ഒരു 1500 രൂപ പെറ്റി അടിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ കുക്കുവിനെ വിളിച്ച് പറഞ്ഞിട്ടാണ്, അടൂരിൽ നിന്ന് ഞങ്ങൾ കുക്കുവിനെ വിളിച്ച് പറഞ്ഞിട്ടാണ് എറണാകുളത്ത് അവിടെ ഇരിക്കുന്ന വണ്ടി എടുത്ത് മാറ്റിപ്പിച്ചു. അമ്മയുടെ പേരിലായിരുന്നു വണ്ടി. അങ്ങനെ അമ്മയ്ക്കാ കോൾ വന്നത്. അമ്മ എറണാകുളത്ത് നിന്നാണ്, മെഡിക്കൽ കോളേജിൽ നിന്നാണ്, പോലീസാണെന്ന് ഇവിടെ കേട്ടത്. അമ്മ തലറങ്ങി വീഴാൻ പോകുന്നു. സീരിയസ്ലി അമ്മ വെപ്രാളം, അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു.
പിന്നെ ഇവള് പെറ്റി അടിച്ചാന്ന് കേട്ടപ്പോ അമ്മയ്ക്ക് സമാധാനം കുക്കിന് വിളിച്ച് 2 ചീത്തയും കൊടുത്തു. അപ്പൊ പിന്നെ എനിക്ക് സമാധാനം കഴിച്ചാൽ സന്തോഷമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്താൻ ഒരു 500 മീറ്ററും കൂടെ ഉള്ളൂ. കണ്ണു വയ്യാത്ത ഒരാളോട് പറയുന്ന ടോക്കായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്താൻ ഒരു 500 മീറ്ററും കൂടെ ഉള്ളൂ. കണ്ണു വയ്യാത്ത ഒരാളോട് പറയുന്ന ടോക്കായിരുന്നു. അയ്യോ പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി പട്ടി ഇന്നലെ സേറയ്ക്ക് വേണ്ടി എടുത്ത പട്ടി ബിസ്ക്കറ്റ് വണ്ടിയിൽ ഇരിപ്പുണ്ട് രാവിലെ കഴിക്കാൻ. തമാശ. ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. കാര്യം സമയമായിട്ടുണ്ടായിരുന്നു. OP ടിക്കറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ഒരു 10 മിനിറ്റും കൂടെ എടുക്കുമെന്ന് പറഞ്ഞു. ആ നേരം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടുത്തെ ക്യാൻറ്റീനിൽ നല്ല റേറ്റ് കുറവാണ്, മാത്രമല്ല നല്ല ടേസ്റ്റ് അടിപൊളി ഫുഡാട്ടോ. ഫുഡും കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴേക്ക് ഡോക്ടർ എത്തിയിട്ടില്ല. ഒരു ഹാഫ് ആൻ അവർ കൂടെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാര്യം അതിനുള്ളിൽ അലൗഡ് അല്ല. ബാക്കി വിശേഷങ്ങൾ തിരിച്ചു വന്നിട്ട് കാണാം. പ്രൊസീജിയർ അത്യാവശ്യം നല്ല പെയിൻഫുള്ളായിരുന്നു. എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെയിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് എൻ്റെ ബോഡി. യൂഷ്വലി എല്ലാവർക്കും ഉണ്ടാകുന്നതിനെക്കാട്ടിലും കുറച്ച് വേദന എനിക്ക് കൂടുതലായിരുന്നു. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് അവർ ടൈം എടുത്ത് വളരെ സ്ലോലിയാണ് ചെയ്തത്. സാധാരണ എല്ലാ പേഷ്യൻറ്റിനും ഒരു 10 മിനിറ്റ് കൊണ്ട് അവർ ചെയ്തു തരും. പക്ഷേ എനിക്കൊരു 1-2 മണിക്കൂർ എടുത്ത് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ വെളിച്ചത്തിലേക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ ഈ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. എന്താ ചെയ്യേ? അയ്യോ കുഴപ്പമില്ല. എന്തായാലും നീ ഒന്ന് സെറ്റായി വീട്ടിൽ പോയിട്ട് നിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയണേ. ലാസിക് ട്രീറ്റ്മെന്റ് ഇനിഷ്യൽ ഇത് കേട്ടാ. അങ്ങനെ എൻ്റെ ലേസറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 3-4 ദിവസമായി കേട്ടോ. ഇപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാര്യം അന്നത്തെ ദിവസം വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. യൂഷ്വലി പെയിനുള്ള പ്രൊസീജിയർ തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും ഇത്രയും പെയിൻ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എൻ്റെ ബോഡി പെയിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. ഞാനവിടെ ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ആ പ്രൊസീജിയർ തീർന്നത്. ശരിക്കും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, അപ്പോഴേക്കും അടുത്ത പേഷ്യൻ്റ് വരും. അവർ ലേസർ ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു 2 മണിക്കൂറിനിടയിൽ ഒരു 3-4 പേര് വന്ന് ചെയ്തിട്ട് പോയായിരുന്നു. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞതോടെ തളർന്നു. എനിക്ക് കണ്ണ് ചെറിയൊരു ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു, മാത്രമല്ല എനിക്ക് പിന്നെ വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. യൂഷ്വലി എനിക്ക് വെയിലത്തോട്ട് നോക്കാൻ ഭയങ്കര പാടുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ഷൂട്ടിനൊക്കെ നിൽക്കുമ്പോഴേ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കറിയാം, എനിക്ക് ക്ലോസ് ഒക്കെ എടുക്കുമ്പോൾ ലൈറ്റ് വെക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ കണ്ണ് എനിക്കൊന്നും അങ്ങനെ ആയിരിക്കാം, മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വേദനയായിട്ടുള്ള ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി. പിന്നെ എനിക്ക് വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അതിൻ്റെ ഒരു റിവ്യൂ പറയാനാണ് ഇത് ചെയ്യുന്നത്. ലേസർ കഴിഞ്ഞു, ഇപ്പം കണ്ണ് കുഴപ്പമില്ല, വേദന കാര്യങ്ങളൊക്കെ മാറി, ഇപ്പം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഡ്രൈനസ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നാളെ ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ ചെക്കപ്പ് ഉണ്ട്, അപ്പോൾ അത് പറയണം. നാളെ ഇനി പോകുമ്പോൾ സർജറിയുടെ ഡേറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല, ഈ മാസം എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ സർജറിയും കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് വ്ലോഗായിട്ട് വരും. എല്ലാവരും കാണണം, എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്.